Happy birthday, Lalata. Wish you the best. I am your biggest fan from Iran. I want to play Happy Birthday in my native language, Persian, for you, sir. Tavallud, tavallud, tavallud mubarak, mubarak, mubarak. Tavallud mubarak, tavallud, tavallud, tavallud mubarak, mubarak, tavallud mubarak. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലി സുധാരിച്ച് ടുഡേ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഷയം എന്നെന്ന് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മെയ് 21 ആണ്. എന്താണ് മെയ് 21? മെയ് 21ൻ്റെ പ്രത്യേകത എന്താണ്? ഏകദേശമുള്ള എല്ലാ മലയാളികൾക്കും അറിയാം, ഇന്ന് നമ്മളുടെ സ്വന്തം ലാലേട്ടൻ്റെ 64ാം ജന്മദിനമാണ്. സോ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ലാലേട്ടൻ ഇതുപോലെ ഒരുപാട് വർഷം ഇനിയും ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് ഇനി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകൾ ഭയങ്കരമായിട്ടുള്ള ഹിറ്റടിച്ച് വലിയ സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ലൈഫിൽ ഒരു ചേഞ്ചിങ് പോയിന്റ് വന്നിരിക്കുകയാണ്. ഇനി ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ലാലേട്ടൻ നമുക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വർഷമാണ് ലാലേട്ടൻ്റെ ആദ്യത്തെ ഡയറക്ഷനായിട്ടുള്ള മൂവി. ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത മൂവി ഈ വർഷമാണ് റിലീസാകാൻ പോകുന്നത്, ബറൂസ്. സോ ലാലേട്ടൻ പത്തനംതിട്ട ജനിച്ചിട്ട് ട്രിവാൻഡ്രത്ത് വളർന്ന് വലുതായ നമ്മുടെ ലാലേട്ടനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ജനിച്ചത് പത്തനംതിട്ടയാണെങ്കിലും പുള്ളിക്കാരൻ വളർന്നതും പഠിച്ചതും എല്ലാം ട്രിവാൻഡ്രത്താണ്. പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് MG കോളേജിലാണ് പുള്ളിക്കാരൻ പഠിച്ചത്. പുള്ളിക്കാരൻ BCom ആണ് പുള്ളിക്കാരൻ ചെയ്തത്. എന്നിട്ട് 1978 കാലഘട്ടങ്ങളിൽ പുള്ളിക്കാരൻ ഒരു റെസ്ലിംഗ് ചാമ്പ്യനായിരുന്നു കോളേജിൽ. പിന്നെ വന്നിട്ട് 1978 കാലങ്ങളിലാണ് ഇവർക്ക് അറിയാലോ, പഴയൊരു ട്രിവാൻഡ്രം ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ട്രിവാൻഡ്രം ബെൽറ്റിലുള്ള കുറേ ആൾക്കാരെയും കൂടെ ചേർന്ന് അവരൊരു സിനിമ എടുത്തായിരുന്നു. അതിൽ പ്രിയദർശനുണ്ട്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു സിനിമ എടുത്തു. തിരുനോട്ടം എന്നാണ് സിനിമയുടെ പേര്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ പിന്നെ റിലീസ് ചെയ്തായിരുന്നു. അങ്ങനെ ഇരിക്കെ 1980 ലാലേട്ടൻ അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ റിലീസാവുന്നത്. 1980 ലാലേട്ടൻ ഒരു വില്ലനായിട്ടാണ് മലയാളം മൂവിയിൽ വരുന്നത്. സിനിമ എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ലെജൻഡറി ഫാസിൽസ് ഡയറക്റ്റ് ചെയ്ത നമ്മളുടെ ശങ്കർ നായകനായിട്ട് അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. എല്ലാവർക്കും അന്നത്തെ കാലത്തുള്ള പഴയ തലമുറയ്ക്കുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ചുരുണ്ട മുടിയൊക്കെ ഉള്ള മെലിഞ്ഞ റാമീശയൊക്കെ വെച്ച ലാലേട്ടൻ പുള്ളിക്കാരൻ. അങ്ങനെ അതായിരുന്നു പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സിൽ പുള്ളിക്കാരൻ അഭിനയിച്ചു. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സിൽ പുള്ളിക്കാരൻ അഭിനയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 1987 പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് വരുന്നത് നമ്മുടെ രാജാവിൻ്റെ മകൻ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനെ അടിച്ച് സൂപ്പർ ഹിറ്റിൻ്റെ കാലവും. വെറും 26ാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരൻ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയത്. 26ാം വയസ്സിൽ സൂപ്പർ സ്റ്റാറായി മാറിയ നമ്മുടെ ലാലേട്ടൻ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ കരയിപ്പിക്കുകയും നമ്മളെ കുണുകുണ ചിരിപ്പിക്കുകയും ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഏഷ്യനെറ്റും സൂര്യ TV ഒക്കെ ഇടുമ്പോൾ ലാലേട്ടൻ്റെ സിനിമകൾ മാത്രമായിരിക്കും. ഏഷ്യനെറ്റ് ഇടുമ്പോൾ നമ്മുടെ ബാലഗോപാലൻ MA ആ സിനിമ, പിന്നെ മഴ പെയ്യുന്നു മന്ദലം കൊട്ടുന്നു, പറയാനാണെങ്കിൽ വാക്കുകളില്ല. അമ്മാതിരി സിനിമകൾ അങ്ങ് തണക്കെയാണ്. ഒരു രക്ഷയുമില്ലാത്ത ഒരുപാട് സിനിമകൾ ലാലേട്ടൻ പ്രിയദർശൻ കോമ്പോയിൽ വന്ന് ഒരുപാട് തമാശ സിനിമകളുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് വളർന്നു വന്ന ഒരുത്തനാണ് ഞാൻ. അപ്പോൾ അന്നത്തെ കാലത്ത് വന്നിട്ട് ഒരു ചിരിക്കുക, സന്തോഷിക്കുക, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ലാലേട്ടൻ്റെ സിനിമ കാണണം. മമ്മൂക്ക വന്നിട്ട് വേറൊരു ഫേസാണ്.
മമ്മൂക്ക വേറൊരു ഫേസ്, ലാലേട്ടൻ വേറൊരു ഫേസ്. ആ രീതിയിലായിരുന്നു ഇനിഷ്യൽ കാലഘട്ടങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ലാലേട്ടൻ്റെ 2 നാഷണൽ അവാർഡാണ് നമ്മുടെ ലാലേട്ടന് കിട്ടിയിട്ടുള്ളത്. 2009 ലെഫ്റ്റനന്റ് കേണൽ എന്ന പദവി ലാലേട്ടന് ലഭിക്കുകയുണ്ടായി. പിന്നെ 2019 പത്മഭൂഷൺ ലാലേട്ടന് കിട്ടിയായിരുന്നു. 2001 മോഹൻലാലിന് രാജ്യം പത്മശ്രീ ലഭിച്ചത്. പിന്നെ വന്നിട്ട് 9 സ്റ്റേറ്റ് അവാർഡാണ് ലാലേട്ടന് ലഭിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് അവാർഡ് 9 ലാലേട്ടന് ലഭിച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് പെയ്ഡ് ആക്ടർ ഇൻ മോളിവുഡ് എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ്. പിന്നെ വന്നിട്ട് എന്ത് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ക്രൗഡ് പൂളറാണ്, ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും ലാലേട്ടന് തന്നെയാണ്. ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും. പിന്നെ പുള്ളിക്കാരൻ വലിയൊരു ക്രൗഡ് പൂളറാണ്. പുള്ളിക്കാരൻ്റെ ഒരു സിനിമ റിലീസാവുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫാൻസ് എല്ലാം അടിച്ച് കയറും. പിന്നെ പടം കൊള്ളുമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഫ്ലോപ്പാണെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ സിനിമയ്ക്കൊക്കെ ഒരു ഇനിഷ്യൽ പുള്ള് മിക്ക സിനിമകൾക്കും പുള്ളിക്കാരനെ ലഭിക്കാറുണ്ടായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ലാലേട്ടനാണ് ദൃശ്യം. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി പുലിമുരുകൻ കൊണ്ടുപോയി. പിന്നെ ലൂസിഫർ അടിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് വലിയ വലിയ സിനിമകൾ ലാലേട്ടനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു വൈഡ് റിലീസും കാര്യങ്ങളും എല്ലാം ലാലേട്ടനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്നത് വെറും ഒരു നായകനല്ല, പുള്ളിക്കാരൻ വന്നിട്ട് ഒരു സംവിധായകനാണ്, ഒരു പാട്ട് പാടുന്ന ഒരാളാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, പ്രൊഡ്യൂസറാണ്. പുള്ളി ഒരു സകലകല വല്ലവനാണ്. എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള ഒരാളാണ് ലാലേട്ടൻ. പണ്ട് വന്നിട്ട് ലാലേട്ടൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബാനർ എന്ന് പറയുന്നത് പ്രണവ് ആർട്സ് എന്ന ബാനറിലാണ് പുള്ളിക്കാരൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭരതം, വാനപ്രസ്ഥം, ഒളിമ്പ്യൻ അന്തോണി ആദം, പിന്നെ ഹിസൈനസ് അബ്ദുള്ള. അതിൽ ഒരുപാട് സിനിമകൾ നല്ല ഹിറ്റുമായിട്ടുണ്ട്. നമ്മുടെ കാലാപാനിയൊക്കെ ഒന്ന് ആലോചിക്കണം. അന്നത്തെ കാലത്ത് 5 കോടി ബഡ്ജറ്റിൽ ഇറക്കിയ സിനിമയാണ്. ആ സിനിമ ഇപ്പം കണ്ടാലും ആ ഒരു 5 കോടി എന്നുള്ളത് വരത്തില്ല. അതിനേക്കാളും വലിയൊരു ബഡ്ജറ്റാണ് ആ സിനിമ സത്യം പറഞ്ഞാൽ അന്നൊക്കെ പടം ഫ്ലോപ്പായിരുന്നു. ഒരുപാട് പൈസ നഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ആ കാലാപാനിയുടെ ഒക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എടുത്ത് പറയും. അത്രയും ക്വാളിറ്റി ആയിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. ഭയങ്കര റിച്ചാണ്. അന്ന് അത് 5 കോടി തീർന്നു. ഇന്നാണെങ്കിൽ അത് എത്ര കോടി മുടക്കേണ്ടി വന്നെങ്കിൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇതായിരുന്നു ലാലേട്ടന് എനിക്ക് കൊടുക്കാൻ പറ്റിയൊരു ചെറിയൊരു ട്രിബ്യൂട്ട്. കാരണം എന്ത് പറയാൻ, ഇത്രയും വർഷമായിട്ട് നമ്മളെ എല്ലാവരെയും അഭിനയിച്ച് നമ്മളെ എല്ലാം സന്തോഷിപ്പിച്ച ഒരു നായകനാണ് ലാലേട്ടൻ. ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കിടപ്പുണ്ട്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ലാലേട്ടനും ഒന്ന് പാത്ത് ചേഞ്ച് ചെയ്യേണ്ട നേരമായിട്ടുണ്ട്. മാസ് സിനിമകൾ മാത്രമല്ല ക്ലാസ് സിനിമകളും നമുക്ക് വേണം. ആ രീതിയിലുള്ള ലാലേട്ടൻ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ചില സിനിമകൾ അഭിനയിച്ചു, ആ സിനിമകൾ ക്ലിക്കായിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ നല്ല രീതിയിലൊരു കംബാക്ക് എന്തായാലും ഉടനെ കാണും. ബറോസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ എമ്പുരാൻ്റെ ഷൂട്ട് പ്രോഗ്രസ് ആണ്. തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ, തിരുവനന്തപുരത്ത് എമ്പുരാൻ L2. So that's it guys. So if you like my blog, please like my channel, please subscribe my channel, please share my video, please put one like, please put one comment. Okay, so that's it guys. Thank you so much for watching my video. Bye bye. ലാലേട്ടൻ ഹാപ്പി ബർത്ത്ഡേ again. ഓക്കെ, നിങ്ങളുടെ ഒരു ചെറിയൊരു ഫാനിൽ നിന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, പണ്ട് ചെറുതിലെ വിട്ട് നിങ്ങളൊരു ചെറിയൊരു ഫാനായിരുന്നു ഞാൻ.